കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ തേവയ്ക്കൽ എടത്തലയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെയാണ് എടത്തല ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ വീടുകൾക്ക് സമീപം മണ്ണിടിഞ്ഞത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ഈ പ്രദേശത്ത് വീട്. വിവരങ്ങളുമായി തേവയ്ക്കലിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മഴക്കാലമായതോടെ ജനങ്ങൾക്ക് കണ്ണീർ കാലമാണെന്ന് മനസ്സിലാകുന്നു. ഉറപ്പുള്ള വീടില്ല, മണ്ണിടിഞ്ഞ് വീട് തകരുമെന്നുള്ള പേടി, ഇതെല്ലാം ഉണ്ട്. പറയൂ. എസ്കെൻ, ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസമൊക്കെ എറണാകുളത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ ശക്തമായ മഴയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന എടത്തല പഞ്ചായത്തിലെ 12-ാം വാർഡിൽ മണ്ണിടിച്ചിലുണ്ടായത്. ആ ദൃശ്യങ്ങൾ വളരെ നടുക്കുന്നതാണ്. ഏകദേശം 25 അടി ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇതിന് മുകളിൽ വീടുകളുണ്ട്. ആ വീട് ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും ഏത് സമയത്തോ ആ വീട് ഇടിഞ്ഞ് നിലത്തേക്ക് വീഴാറായിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. 10 വീടുകളാണ് ഈ കുന്നിന് മുകളിൽ ഉള്ളത്. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം. ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു വലിയ പാറക്കല്ല് ഉണ്ടായിരുന്നു, അതാണ് ആദ്യം ഇടിഞ്ഞു വീണത്. ആ വീട്ടിൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് ഇത്ര വലിയൊരു അപകടമാണ് എന്ന് മനസ്സിലായത്. ഈ ആളുകൾക്ക് പക്ഷേ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ അടുക്കള ഭാഗമാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. അവരവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അവിടെ ആശങ്ക നിലനിൽക്കുകയാണ്. ജിയോളജി വകുപ്പിൻ്റെ അടക്കം പരിശോധന നടക്കണം. ആ വീട് ഏത് സമയവും നിലംപൊത്താറാകുന്ന രീതിയിലാണ്. അതിൻ്റെ അടിയിലെ മണ്ണ് പൂർണ്ണമായും ഇളകിയിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടുടമ നമുക്ക് ഒപ്പം ചേരുകയാണ്. ചേട്ടാ, ഇന്നലെ എത്ര മണിക്കായിരുന്നു സംഭവം? കണ്ടിട്ട് വലിയ ആശങ്കപ്പെടുന്ന. ഇന്നലെ വെളുപ്പിന് ഒരു 5:30 ഇത് വീണത്. അപ്പോൾ സ്വരം കേട്ടിട്ട് ഞങ്ങൾ കിടക്കണമായിരുന്നല്ലോ, ഞങ്ങൾ എഴുന്നേറ്റ സമയമായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ വീണിട്ടുണ്ട്. അതിനുശേഷം ഒരു 12 മണി കഴിഞ്ഞപ്പോൾ അടുത്ത സെറ്റ് വീണ്. പിന്നെ ഇന്നലെ രാത്രി ആയപ്പോൾ സൈഡിൽ നിന്ന് മണ്ണുകൾ കുറച്ചും കൂടി ഇടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഇടിഞ്ഞേക്കണത്. ഇപ്പോഴും അങ്ങനെ ഇളകിയിരിക്കണത്. ആശങ്കയുണ്ടല്ലേ താമസിക്കാൻ? പേടിയാ, അവിടെ നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ കുറേ വീടുണ്ടെന്നാണല്ലോ, 10 മുകളിലായിട്ട് വീടുകളുണ്ട് കുറച്ച്. അപ്പുറത്തെ സൈഡിലുള്ള എൻ്റെ തൊട്ടടുത്ത് ബിജുവിൻ്റെ വീടാണ്. ബിജുവിൻ്റെ വീടിൻ്റെ അവിടെ നല്ല കുഴിയാണ് അവിടെ. അപ്പോൾ ഇന്നലെ അവർ കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. എന്നാലും പഞ്ചായത്തിലൊക്കെ അറിയിച്ചു, അവരെന്തെങ്കിലും പറഞ്ഞു? ഇന്നലെ പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ടാതെ അവിടെ താമസിക്കാൻ പാടായിരിക്കും അല്ലേ? അത് കെട്ടിയാലേ നടക്കുള്ളത്, അല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, പല ഞങ്ങൾ കുടുംബങ്ങളായിട്ട്. പക്ഷേ അതിന് മറുപടിയൊന്നും വന്നില്ല. അതാണ് ഇപ്പോഴും ആശങ്കയുടെ മണിക്കൂറുകളാണ്. കാരണം ആ വീട് ഏകദേശം ഇടിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ മണ്ണ് പൂർണ്ണമായും ഇളകിയിരിക്കുകയാണ്. അത് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം. ആ വീട് മാത്രമല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തും വീടുകളുണ്ട്. ഏകദേശം 10ഓളം വീടുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. ഇന്നലെ സംഭവിച്ച മഴയിലാണ് ഈ ദുർസ്ഥിതി ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പ് അടക്കം വന്ന് പരിശോധന നടത്തണം. ഇനിയിപ്പോൾ ഇവിടെ അടിയന്തരമായി ചെയ്യാനുള്ളത് ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് കെട്ടുക എന്നുള്ളതാണ്. അതുവരെ ഇവരെ എന്തെങ്കിലും മാറ്റിപ്പാർപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. വീട് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എളുപ്പം ആരെങ്കിലുമൊക്കെ ഇടപെടുക, എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ.